നമസ്തേ. ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു നമുക്കൊക്കെ ഏറ്റവും അഭിമാനമുണ്ടാക്കാൻ, ആനന്ദമുണ്ടാക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ്, ഒരു സംഭവം, അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴായി പല കാര്യത്തിനും സർക്കാർ ഓഫീസുകളിൽ പോകാറുണ്ട്. അതുപോലെ അവിടെ നിന്ന് പിന്നെ ചിലപ്പോൾ കളക്ട്രേറ്റിലും ഒക്കെ പല കാര്യത്തിനും പോകാറുണ്ട്. കളക്ട്രേറ്റിൽ പോയാൽ സ്വാഭാവികമായും അതിൻ്റെ പരിഹാരം വേഗം ഉണ്ടാകുന്ന തരത്തിലാണ് കാണാറുള്ളത്. ഇന്നലെ ഞാൻ ഒരു കാര്യത്തിൽ അതായത് ഒരു രജിസ്ട്രേഷനും സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ, അത് രജിസ്റ്റർ ഓഫീസിൽ പറ്റിയ ഒരബദ്ധം. രജിസ്ട്രേഷൻ 4 സെൻറ്റ്, അതിൻ്റെ പ്ലാൻ 5 സെൻറ്റ്. അത് നാല് വർഷമായി. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ സർവേ വന്നപ്പോഴാണ് അത് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു തെറ്റുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അത് വലിയ പ്രശ്നമാണ്. 1 സെൻറ്റ് എങ്ങോട്ട് പോയി എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ ഞാൻ കളക്ട്രേറ്റിൽ പോയി. ഉടനെ തന്നെ അത് തപാൽ സെക്ഷനിൽ വാങ്ങുകയും അത് അവിടെയുള്ള 2-3 ഉദ്യോഗസ്ഥർ പഠിച്ച് ചർച്ച ചെയ്ത് അത് ഏത് സെക്ഷനിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു രേഖയും തരികയാണ്. അതൊക്കെ വളരെ വേഗം നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ചോദിക്കാം, അറിയാം എവിടത്തോളം എത്തി എന്നുള്ളത്. അതിനുള്ള ഇവിടെ നിന്ന് സ്വീകരിച്ച നടപടികൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരബദ്ധം പറ്റി. ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ ആധാരം മരുമകൻ്റേതാണ്. അത് ഞാൻ മാറ്റിക്കിട്ടാൻ വേണ്ടി അവിടെ കൊടുക്കുമ്പോൾ ആ രേഖകളുടെ കോപ്പി വേറെ ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും പോയി. സെക്ഷൻ 5(1) അതിലാണ് പോകേണ്ടത്. അവിടെ പോയപ്പോൾ അതിൻ്റെ ഓഫീസർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ ഒരു മധ്യവയസ്കയായ സ്ത്രീ ആയിരുന്നു. ഞാൻ അഭിവാദനം ചെയ്തുകൊണ്ട് അങ്ങ് കടന്നു. എന്നിട്ട് അവർ എന്നോട് കാര്യങ്ങൾ തിരക്കി. ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ എന്നാണ് കൊടുത്തത്? ഇന്നലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവില്ലല്ലോ, ഞാൻ നോക്കട്ടെ, നിങ്ങളവിടെ ഇരിക്കും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത മേശയിലൊക്കെ നോക്കി. അവരെ ഉണ്ടായിരുന്നുള്ളൂ. നോക്കി, ഇന്ന് ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ഇപ്പോൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ഇനി അതുണ്ടാകേണ്ട സെക്ഷനിലേക്ക്, ആ വിങ്ങിലേക്ക് വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ വേറെ ഏതോ വകുപ്പിൽ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. കുറച്ചു നേരം എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വിങ്ങിൽ നിന്ന് ഒരു യുവതിയായ ഉദ്യോഗസ്ഥ എൻ്റെ ഫയലെടുത്ത് വന്നു. നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത്, കോപ്പി വേണ്ടത് എന്ന് ചോദിച്ചു. ഞാനത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത്
ഓഫീസറോട് ചോദിച്ചു, ഇത് പുറത്ത് കൊടുക്കാൻ പാടില്ലല്ലോ, നമ്മുടെ ഫയലല്ലേ. അങ്ങനെ അവർ വേഗം അവിടെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്റർ ഉണ്ടായിരുന്നു. ഉടനെ 4 കോപ്പി വേണം എന്ന് പറഞ്ഞാലോ, അപ്പോൾ ഓഫീസർ വേഗം 4 പേപ്പർ എടുത്തു കൊടുത്തു. അവിടുന്ന് തന്നെ ഈ സംഗതി പ്രിൻ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് എനിക്ക് തന്നു. എനിക്ക് എന്താണ് ഈ ഓഫീസിലെ സംഗതികൾ, കലക്ടർക്ക് അതിലൊരു പ്രത്യേക ഉണ്ടായിരിക്കും. കലക്ടറാണല്ലോ ഏറ്റവും വലിയ മുകളിലിരിക്കുന്നത്. എന്നാലും ഈ അനുഭവം ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മേലെ നിന്നുള്ള ഒരു ഉത്തരവിന് അനുസരിച്ച് മാത്രമല്ല, അതിലൊരു ആത്മാർത്ഥതയുണ്ട്. ചിലപ്പോൾ എൻ്റെ പ്രായം കണക്കെടുത്തിട്ട് മാത്രമായിരിക്കില്ല, ശരിക്കും അത് ഒരു ആത്മാർത്ഥതയോടുള്ള ഒരു സമീപനമായിരുന്നു. ഞാൻ അവരോട് മറ്റേ വിങ്ങിലുള്ള ഓഫീസറും മുകളിലേക്കപ്പോൾ കയറി വന്നു. ഇദ്ദേഹത്തിനാണോ ഇത് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ഒക്കെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എല്ലാവരോടും താങ്ക് യു ഫോർ എവരിതിങ് എന്ന് പറഞ്ഞു. അവർക്കും വളരെ സന്തോഷമായി. ഞാൻ പിന്നെ ഇറങ്ങി വരുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ പല ഓഫീസിലും പോയിട്ട് പല ഇതായിട്ട് ഞാൻ ഒരു അധ്യാപകനായിട്ട് പോലും, റിട്ടയർഡ് അധ്യാപകനാണ്, ഒരു 74 വയസ്സുള്ള ആളാണ് ഞാൻ. ഇപ്പോഴും ചില ഓഫീസിൽ പോയാൽ ഞാൻ പോലും അതിനുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെന്താണ് ഞാൻ വിചാരിച്ചു, ഇങ്ങനെ എല്ലാ ഓഫീസുകളും ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ, നമ്മുടെ ഈ കേരളം സ്വർഗമാവുകയില്ലേ? ഈ ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ഒരു സ്വർഗം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കുകയില്ലേ? അങ്ങനെയുള്ളൊരു സ്വർഗം എന്ത് കാര്യം വേണമെങ്കിലും വേഗം ശരിയാക്കി തരുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, ഓഫീസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഒരു സ്വർഗത്തിന് സമമല്ലേ? എല്ലാ ഓഫീസും ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ഭഗവാനെ. എനിക്ക് വളരെ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും ഉടനെ ചേർന്ന് വന്ന ഉടനെയുള്ളവരിൽ നിന്നാണ് അധികവും. നമ്മൾ ഈ പ്രായമായ ഇവരെങ്ങനെ വന്നതാണ്, നമ്മൾ സർവീസിൽ ഉള്ളവരായിരുന്നോ എന്നൊന്നും കൂടി പരിഗണിക്കാതെ അങ്ങനെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പോലെയുള്ള ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. എനിക്ക് ചിലപ്പോൾ കർശനമായി പറയേണ്ടി വന്നിട്ടുണ്ട്, കർശനമായി വിരൽ ചൂണ്ടിയിട്ട് വരെ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എന്തൊരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരാനന്ദമുണ്ടായി. നമ്മുടെ കലക്ടറേറ്റിനെക്കുറിച്ച്, ഓഫീസുകളെക്കുറിച്ചും അതിൻ്റെ അധികാരികളെക്കുറിച്ചും. അധികാരികൾ മാത്രമല്ല, ഫയൽ ആദ്യം കൊണ്ടുവന്നത് അധികം ജൂനിയറായതൊന്നുമല്ല, എന്നാൽ ജൂനിയറായ ഒരു യുവതി തന്നെയാണ്. പിന്നീട് ആ ഓഫീസർ തന്നെ ഇങ്ങോട്ട് വന്നു ഈ സെക്ഷനിലേക്ക്. എന്തൊരത്ഭുതം ഭഗവാനെ! എല്ലാ ഓഫീസും ഇങ്ങനെയായിത്തീരണേ ഭഗവാൻ. നമസ്തേ.